അല്ല, ഇതൊരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഒരു കേരളീയനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. തിരഞ്ഞെടുപ്പും അവരുടെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കേണ്ടതൊക്കെ. അപ്പോൾ എല്ലാ കാലത്തും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവല്ലോ. ഇപ്പം ഇതുപോലുള്ള കേസുകളും പ്രശ്നങ്ങളും അഴിമതി ആരോപണങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെയും മനസാക്ഷിക്കനുസരിച്ചും വിശ്വാസത്തിനനുസരിച്ചും വോട്ട് ചെയ്യാന്നുള്ളൂ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പാണല്ലോ, ഇത് പ്രാദേശിക വികസനം സ്ഥാനാർത്ഥികളാണോ നോക്കുന്നത്, അല്ലെങ്കിൽ പൊതുരാഷ്ട്രീയം വിലയിരുത്തിയിട്ടാണ് വോട്ട് ചെയ്യുക, എങ്ങനെയാണ്? അത് രണ്ടും അതിന് ഘടകമാണ്. മാത്രമല്ല പേഴ്സണലും കൂടിയാണ്. പലപ്പോഴും ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ അടുപ്പം കൂടെ പലരും കണക്കിലെടുക്കും. കാരണം അവർക്ക് വിളിച്ചാൽ കിട്ടുന്ന ഒരാൾ അങ്ങനെയാണല്ലോ. ഏറ്റവും അടുത്തുള്ള നമുക്ക് ബന്ധപ്പെടാവുന്ന ഒരാൾ, അതാണ് മെമ്പർ, ഏറ്റവും അടുത്ത മെമ്പർ. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറച്ചും കൂടെ വൈഡറാവും അതിൻ്റെ ഒരു ഔട്ട്ലുക്ക്. കാരണം മൊത്തം സംസ്ഥാനത്തിൻ്റെ വികസനം, സംസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയെ പറ്റിയിട്ടുള്ള നമ്മളുടെ വിലയിരുത്തലൊക്കെ വരും അതിൽ. പിന്നെ മറ്റേ തിരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറച്ചും കൂടെ വിശാലമാവും. അല്ല, ഇത് ഒരു സംസ്ഥാന ഭരണത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിലേക്കുള്ളൊരു ചൂണ്ടുവല തന്നെയാണിത്. കാരണം അടുത്തതുകൊണ്ട് വളരെ അടുത്ത് തന്നെയല്ലേ ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നത്. അതുകൊണ്ട് ഇത് ഒരു തരത്തിലുള്ള ചൂണ്ടുവലയ്ക്കാണ്. ഇന്നത്തെ മനസ്സിലോ പടച്ചോടെ എൻ്റെ പേരിൽ ആരും കള്ളവോട്ട് ചെയ്യരുത്. അത് ചില ആൾക്കാർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ പിടികൊടുത്തില്ല. അല്ല, അതിനായിട്ടില്ല. നമുക്കറിയാം, നമുക്കതിലൊരു പ്രത്യേകിച്ചും ഒരു വാർഡ് മെമ്പർ എന്നൊക്കെ പറഞ്ഞാൽ, ഒരു കൗൺസിലർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തമുള്ള ആളാണ്. ഒരു റിട്ടയർമെൻറ്റ് ജീവിതത്തിനേ പറ്റുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ മേയറൊക്കെ ഉണ്ട്, റിട്ടയർ ചെയ്തിട്ടാണ് മേയറായത്. മറ്റു പണിയൊന്നും ഇല്ലെങ്കിൽ ബെസ്റ്റാണ്. എനിക്കിപ്പോൾ വേറെ പണികളുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക, ആൾക്കാരെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ മോശമാണ്. ഏത് തിരഞ്ഞെടുപ്പിൽ ഈ തിരഞ്ഞെടുക്കപ്പെടാതെ എന്തെങ്കിലും സ്ഥാനം കിട്ടുമെന്ന് ഞാൻ നോക്കുന്നത്. അതൊക്കെ അവർ ആഗ്രഹിച്ചിരുന്നു, ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ഒരു ഇതിലേക്കൊന്നും വരാൻ പറ്റിയില്ല. വേണ്ടെന്ന് വെച്ചു. പിന്നെ ശരി, അവർ വോട്ടില്ലാത്തവരെ മേയറാക്കാൻ നോക്കുക. അങ്ങനെ വിരുവിന് നറുക്ക് വീണത്. ഇല്ലല്ല, ഞാൻ ആദ്യം തീരുമാനിച്ചതാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു ഫുൾ ടൈം ഒരു സാമൂഹ്യ പ്രവർത്തനം ഏറ്റെടുക്കാവുന്ന ഒരാൾക്ക് പറ്റിയ പണിയത്. ഇപ്പോഴത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ സത്യസന്ധമായി പറയാമല്ലോ. കാരണം വാർഡിലെ മെമ്പർ എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാർ കൂടെ നിൽക്കുന്നത്, താഴെത്തട്ടിലല്ല എല്ലാവരെയും കൂടെ നിൽക്കേണ്ട ഒരാളാണ്. ഏത് പ്രശ്നത്തിനും ഇടപെടേണ്ട ഒരാളാണ്. ഒരു MLA പോലെയല്ല. MLAക്ക് ഒരു ഓഫീസ് ഇട്ടിട്ട് ഇങ്ങോട്ടേ പോവാം, അല്ലെങ്കിൽ MP ആണെങ്കിലും അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതങ്ങനെയല്ല. ഏത് പാതിരാത്രിക്കും വിളിച്ചാൽ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സാമൂഹ്യ പ്രവർത്തനത്തിന് തയ്യാറാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറേ ആൾക്കാരുടെ ഇടയ്ക്ക് നമ്മളിറങ്ങിയിട്ട് ഞാനും ഉണ്ട് എന്ന് പറയുന്ന അത് വേണ്ടെന്ന് വെച്ചിട്ട്. ഇത്തരത്തിൽ പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ ചർച്ചയായത് ഈ നമ്മുടെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ UDF ചെയർമാൻ്റെ കൺവീനറുടെ ഒരു പ്രസ്താവന, അതായത് നടി പ്രതിയാക്കപ്പെട്ട ആൾക്ക് ആ സിനിമ നടന് നീതി നിഷേധിക്കപ്പെടുന്നത്, ആ തരത്തിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട്, പ്രതിയെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇതിനെങ്ങനെ കാണുന്നു? അല്ല, അത് അദ്ദേഹം തിരുത്തിയല്ലോ. അത് അറിയാതെ പറഞ്ഞു പോയതായിരിക്കും. അബദ്ധങ്ങളങ്ങനെ വായന്ന് വീഴുമല്ലോ പലർക്കും. ഇപ്പം മുഖ്യമന്ത്രിനെ ആദ്യം പറഞ്ഞു ഇത് വെറും ഗൂഢാലോചന, വെറും ഭാവനയാണെന്ന് പറഞ്ഞു, ഓർമ്മയുണ്ടോ? പിന്നെ മൂപ്പരൻ്റെ തിരുത്തി, അത്രയേ ഉള്ളൂ. അത് അല്ലാതെ അതിൻ്റെ ഇപ്പം കോൺഗ്രസ് നേതൃത്വം മാറ്റി പറഞ്ഞല്ലോ. VD സതീശനടക്കം പറഞ്ഞല്ലോ അയാൾക്ക് തെറ്റുപറ്റിയതാണ്. അങ്ങനെയല്ല, അഭിപ്രായ ഏകീകരണമൊക്കെ ഉണ്ടാകേണ്ടതല്ലായിരുന്നു. അല്ല, ഇത് പെട്ടെന്നുള്ള ഒരു തീരുമാനം. ഇപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾ എൻ്റെ സംഘടനയുടെ തീരുമാനം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല.